ഇന്ന് ചൂടിൻ്റെയും നോമ്പിൻ്റെയും ക്ഷീണവും ദാഹവും ഒക്കെ മാറ്റാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം. അതിനായി പാനിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കാം. ഇനി ഇതിലേക്ക് 6-7 ഈന്തപ്പഴം കുരു കളഞ്ഞ് കട്ട് ചെയ്തത് കൂടി ചേർത്ത് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് അടുപ്പിൽ വെച്ച് വേവിക്കാം. ഇത് നന്നായി വെന്ത് വറ്റി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റിവെക്കാം. ഇനി ഇതിലേക്കുള്ള സബ്ജ സീഡ് കുതിർക്കാനായി ഒരു ബൗളിലേക്ക് 1.5 ടീസ്പൂൺ സബ്ജ സീഡ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റിവെക്കാം. ക്യാരറ്റ് ഡേറ്റ്സ് മിക്സ് തണുത്ത് കഴിഞ്ഞാൽ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ആവശ്യത്തിന് പാൽ ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഒരു പഴം ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാം. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാവുന്നതാണ്. ഇനി കുതിർത്ത് വെച്ച സബ്ജ സീഡ് ചേർത്ത് മിക്സ് ചെയ്യാം. മധുരം കൂടുതൽ വേണമെങ്കിൽ പഞ്ചസാര കൂടി ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ ഡേറ്റ്സിന്റെ ചെറിയ മധുരമേ കാണൂ. ഞാനിവിടെ പഞ്ചസാര ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ബദാം മിക്സ് ഉണ്ടെങ്കിൽ 3 ഡ്രോപ്പ് ചേർക്കാവുന്നതാണ്. ഇത് ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റിയായ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.